again. അപർണ, ഹായ്. മാഷുണ്ട്. എല്ലാവർക്കും സ്വാഗതം. ട്വിസ്റ്റ് ഉണ്ട്, ടേസ്റ്റ് ഉണ്ട്. ട്വിസ്റ്റ് ആൻഡ് ടേസ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ട്വിസ്റ്റ് എന്താന്ന് നോക്കാം മാഷേ. അതേ അപർണ, തുറന്നു നോക്കിയട്ടെ. പെട്ടി ഉറക്കട്ടെ. അത് ഇട്ടോളോ. ട്വിസ്റ്റ് ആണല്ലോ. വല്ലതും കാണാമോ? കണ്ടൂടാ കേട്ടോ. ഇപ്പോ ഒരു പച്ചക്കറി കയ്യിൽ തരും, അത് എന്താന്ന് കണ്ടുപിടിച്ചാൽ That's too scary. അവിടെ തന്നെ ഇരിപ്പുണ്ട്. പെരിയെ സൂക്ഷിച്ച് കടിക്കുണ്ടോ? ചക്ക. തുറന്നു നോക്കിക്കോളൂ. ചക്ക. ഇതിന്റെ എന്താ ഇടിച്ചക്ക. എന്നോട് വല്ല ദേഷ്യം ഉണ്ടെങ്കിൽ പറഞ്ഞു തീർത്താ പോരെ മാഷേ. ദേഷ്യമൊന്നുമില്ല. എന്തായാലും തുടങ്ങാം. ഒരു ട്വിസ്റ്റ് കൂടെ തന്നാലോ? നോ ടൈം. നോ നോ നോ, ഇത് പാടാ. ഇതിന്റെ അകത്ത് കറയൊക്കെ വരും. അതെ, കറ വരും. അതുകൊണ്ട് 45 minutes. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സ്റ്റാർട്ട്. ഇപ്പൊ എന്ത് ചെയ്യാ ഇത് വെച്ച്? ആദ്യം കണ്ട കറ സാധനം എങ്ങനെയോ മുറിച്ച് തീർത്ത് എൻ്റെ കത്തി വൃത്തിയാക്കി. ഡു സംതിങ് വിത്ത് ദിസ്. ഓക്കെ മാഷ്, ഒരു കാര്യം ചെയ്യും. ഞാൻ എന്താ ഉണ്ടാക്കാൻ പോണേന്ന് ഗസ് ചെയ്യും. അതിനെന്താ കുഴപ്പം? ഞാനിപ്പൊ കണ്ടുപിടിക്കാം. ചുമ്മാ ഇരിക്കല്ലേ, എനിക്കും പണി തന്നോണ്ട്. കണ്ടുപിടിച്ചു. ചക്കര വരട്ടി. തൈര് വെച്ചിട്ടല്ലേ? മഹാബുദ്ധി. ക്ലാപ്സ്, സ്ലോ ക്ലാപ്സ് പ്ലീസ്. ചക്ക തോരനാണോ? സോ മാഷെ, ഞാൻ ക്ലൂ തരാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് ഞാൻ അരയ്ക്കാൻ പോവാ. ചക്കത്തോരൻ. റോങ്. നെക്സ്റ്റ്. ഇപ്പോഴാണ് സംഗതി പിടികിട്ടിയത്. ഇത് മറ്റേ അതല്ലേ? ഏത്? ആ കോഴിക്കോടൻ സ്റ്റൈൽ. കോഴിക്കോടൻ സ്റ്റൈൽ അല്ലേ? അത് നടക്കില്ല, പറഞ്ഞേക്ക്. ചക്ക വറുത്തത്. ടു ഫണി. നെക്സ്റ്റ്. അതുമല്ലേ? ഇല്ല. സ്പൈസസ്. നെക്സ്റ്റ് ക്ലൂ. സംഭവം എന്താന്ന് ഇപ്പോഴാണ് പിടികിട്ടിയേ. നിങ്ങൾക്കൊന്നും പിടികിട്ടിട്ടില്ല, ചുമ്മാ പറ മനുഷ്യ. ആലപ്പുഴ സ്റ്റൈൽ. തുടങ്ങി ആലപ്പുഴ. ചക്ക കൊള്ളിച്ചത് അതല്ലേ? ആരെ കൊള്ളിച്ച്? ചക്ക തൂക്കി പൊളിച്ചത്. ഗരം മസാല, മഞ്ഞപ്പൊടി. നിങ്ങൾക്കുള്ള ക്ലൂ ആയി വന്നോണ്ടിരിക്കുന്നത്. ഉണ്ടാക്കി തീരുമ്പോഴെങ്കിലും പറയുമോ? ജീരകപ്പൊടി. ഇനി ചക്ക സാമ്പാർ വല്ലതും ആണോ? ചക്ക സാമ്പാറിൽ ഗരം മസാല. സോ പ്രൗഡ്. ഇതൊന്നും അല്ല, ബിരിയാണി. വാവ്, ബിരിയാണി. ബിരിയാണി വിത്ത് ഇടിച്ചക്ക. പക്ഷേ ഈ 45 മിനിറ്റിൽ ബിരിയാണി നടക്കുന്ന കാര്യമാണോ? കോൺഫിഡൻസ് കളയല്ലേ, ഞാൻ നോക്കട്ടെ. കുറച്ച് എണ്ണ വയ്ക്കാം. ബിരിയാണി കുറച്ച് അത്യാഗ്രഹമാണ്, അറിയാഞ്ഞിട്ടല്ല. എന്നാലും നമുക്ക് ശ്രമിച്ചു നോക്കാം. ഇതൊന്ന് മാരിനേറ്റ്. യു റിമെമ്പർ മാരിനേറ്റ് ഫ്രം ദ ഫസ്റ്റ് എപ്പിസോഡ്? ഇല്ലെങ്കിൽ പോയി കാണൂ ഫസ്റ്റ് എപ്പിസോഡ്. ഒന്ന് പോകൊച്ചേ, വേറെ പണിയൊന്നുമില്ല. ഈ എപ്പിസോഡ് കാണുന്നത് തന്നെ വലിയ കാര്യം. അപ്പഴാ ചോറ്. ബിരിയാണിക്ക് ചോറ് വേണ്ടേ? അരിയല്ലേ കുട്ടി വേണ്ടത്, ചോറല്ലല്ലോ. തമാശയാണോ? അല്ല, പണ്ടേ എന്നെ കണ്ട് എല്ലാരും പറയാറുണ്ട് വലിയ തമാശക്കാരനാണെന്ന്. പറഞ്ഞവനെയും കൊണ്ട് വിളിച്ചോണ്ട് വാ. സോ അരി ഇട്ടു, വെള്ളമൊഴിക്കണം. എന്താ അരിയാ അത്? ബാസ്മതി. മറ്റേ അരി ഇടാം, ജീരക സംബ. ദാറ്റ് വുഡ് ബി റിയലി നൈസ്. നമ്മുടെ കൈമാരി. ബിരിയാണിയോട് നല്ല താല്പര്യമുള്ള ആളാണോ? ആക്ച്വലി അല്ല. സോ ഞാൻ വെജിറ്റേറിയനാ. വെജിറ്റബിൾ ബിരിയാണി ഉണ്ടല്ലോ. ഞാൻ അതിന് ഈ നോൺ വെജുകാരുടെ കൂട്ടത്തിലാണ്. ഇറ്റ്സ് നോട്ട് ബിരിയാണി ബിക്കോസ് ദർ ഇസ് സയൻറ്റിഫിക് റീസൺ ബിഹൈൻഡ് ഇറ്റ്. ഐ വിൽ ടെൽ യു. ബിരിയാണി ആവണമെങ്കിൽ സോ ഹോൾ മസാലാസ്, ഏലക്ക, കുരുമുളക്, ഗ്രാമ്പു, ക്ലോവ്സ്. നമുക്ക് എണ്ണ ഒഴിക്കാം. ഈ എണ്ണയ്ക്ക് എന്താ എന്നോട് ഇത്ര ദേഷ്യം? അയ്യോ, അത് വെള്ളമെടുത്ത കുപ്പിയാണ് കുട്ടി. അതിൽ ആരെങ്കിലും എണ്ണ ഒഴിച്ചെടുക്കുവോ? എനിക്ക് ആണോ? ഈ മാഷ് എന്നെ ചതിച്ചതാ. എന്തോ ഗൂഢാലോചന ഉണ്ടെന്ന് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 5 മിനിറ്റ് മുമ്പ് തീർത്തില്ലേ, അതിൻ്റെ ദേഷ്യമാ തോന്നുന്നു. ഇങ്ങനെയൊന്നും ചെയ്യണ്ട കേട്ടോ. ഞാൻ എന്ത് ചെയ്യാനാ? ശരി, ആ ബിരിയാണിയുടെ കഥ പറ. ബിരിയാണി. യെസ്. സോ ബിരിയാണി ഇസ് പ്രൈമർലി മെയ്ഡ് വിത്ത് മീറ്റ് ബിക്കോസ് ബിരിയാണി എന്ന് പറയുന്നത് ഈ ദമ്മല്ലേ. ദമ്മെന്ന് വെച്ചാൽ ഇറ്റ്സ് കൈൻഡ് ഓഫ് ക്ലോസ്ഡ് കുക്കിംഗ് ലൈക്ക് ഇൻ അവൻ. സോ വി മേക്ക് ആൻ അവൻ ദാറ്റ് ഇസ് കോൾഡ് ദം. പുള്ളിയിടാണേ. അപ്പോൾ ഈ ദം വെക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള ഫ്ലേവേഴ്സൊക്കെ ഒരുമിച്ച് കൂടി അത് ഒരു 3 ലെയറായിട്ട് വെക്കുന്നത്. അതായത് അരോമാറ്റിക്സ്, റൈസ് ആൻഡ് ദ ഗ്രേവി.
അത് മൂന്നും ചേർന്ന് ഒരുമിച്ചാവും എന്നുള്ളതാണ് ഐതിഹ്യം. ഐതിഹ്യമോ? ഐതിഹ്യം എന്ന് വെച്ചാൽ കേട്ട് കേൾവി, എനിക്കറിയത്തില്ല. ബിരിയാണിക്ക് ഇങ്ങനെ ഒരു ഐതിഹ്യം ഉള്ളല്ലോ. അതിനുള്ളൊരു മെയിൻ പാർട്ട് ഇസ് അനിമൽ ഫാറ്റ് വിച്ച് ഇസ് റെൻഡേർഡ് ഫ്രം മട്ടൺ ഓർ ചിക്കൻ. അതുകൊണ്ടാണ് മട്ടൺ ബിരിയാണിക്ക് കൂടുതൽ ടേസ്റ്റ്. എന്തുകൊണ്ടാണ്? കാരണം ചിക്കൻ ലീൻ മീറ്റാണ്, അതിൻ്റെ അകത്തുനിന്ന് അധികം ഫാറ്റ് വരില്ല. സോ നെയ്യ് ഒഴിക്കാം. നമ്മുടെ ചക്ക. അപ്പൊ ഈ പുലാവോ? പുലാവ് ഇസ് റൈസ് വിത്ത് എനി വെജീസ് ഓർ മീറ്റ്. അത് ഓപ്പൺ കുക്കിംഗാണ്, അതുകൊണ്ട് അത് പുലാവ്. ദാറ്റ്സ് ഓൾ റൈറ്റ്. ആട്ടെ, ടൈം എത്രയായി? 31 minutes. So this is called barista. എന്തോന്ന്? ബെറിസ്റ്റയോ? Barista, which is fried onion, which is also a very integral part of biryani. This gives out the flavor. അതായത് ബിരിയാണിയിൽ കുറച്ചെങ്കിലും നമുക്ക് മധുരം, എന്ത് സേവറി ഐറ്റത്തിലും മധുരം വേണം. സോ ഫ്രൈഡ് അണിയൻ ഗിവ്സ് സ്വീറ്റ്നെസ്, അതായത് കാരമലൈസ്ഡ് അണിയൻ. അത് വെച്ചിട്ടാണ് സ്വീറ്റ്നെസ് നമുക്ക് ബിരിയാണിയിൽ കിട്ടുന്നത്. ദാറ്റ് ഗിവ്സ് ഔട്ട് ദ ബാലൻസ്ഡ് ഫ്ലേവർ. നമ്മുടെ കോഴിക്കോടിലൊക്കെ പൈനാപ്പിൾ ഇടും അല്ലേ മാഷേ? ഞങ്ങളൊക്കെ മുന്തിരിങ്ങ വരെ ഇടും. അപ്പോഴാ മുന്തിരിങ്ങ ഇന്നും ഇടാം. നല്ല ഐഡിയ. ചക്ക കൊണ്ട് വേറെ എന്തൊക്കെ ഉണ്ടാക്കും കുട്ടി? ഞാൻ ചക്ക ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. കാരണം ഇടിച്ചക്ക കിട്ടാൻ പാടാണ്, സീസണിലേ കിട്ടുള്ളൂ. പിന്നെ എല്ലാവർക്കും ചക്ക വിളയിച്ചെടുക്കാനാണല്ലോ ആഗ്രഹം. അപർണയ്ക്ക് അറിയുവോ ഈ ചക്കയ്ക്ക് ഇംഗ്ലീഷിൽ പഞ്ച് ജാക്ക് ഫ്രൂട്ട് എന്നാ പറയുന്നേ? അറിയില്ല. പഞ്ച് ജാക്ക് ഫ്രൂട്ട് അതൊരു പുതിയ അറിവാ മാഷെ, എനിക്കറിയത്തില്ല. അല്ല, ഇടിച്ചക്ക അല്ലേ? ഉള്ള പണിയും എടുക്കണം, സമയവും തരത്തില്ല, സാധനങ്ങളും ഉണ്ടാവില്ല, അതിനിടയ്ക്ക് ഇമാതിരി സാധനത്തിന്. സോ അബൌട്ട് ജാക്ക് ഫ്രൂട്ട്, ഇത് നമ്മുടെ നാട്ടിലേ കിട്ടുള്ളൂ എന്നാണ് നമ്മളുടെ വെപ്പ്. ആക്ച്വലി അതെ നമ്മുടെ നാട്ടിലേ കിട്ടുള്ളൂ. പക്ഷേ ഇറ്റ് ഈസ് ബിക്കമിങ് വെരി ഫേമസ് ഇൻ്റർനാഷണലി. ക്യാൻഡ് ആയിട്ടൊക്കെ ഇത് ഒരുപാട് കിട്ടുന്നുണ്ട്. എൻ്റെ അരിയായി, ചോറായി. ഓൾസോ മൈ ബരിസ്ത ഇസ് ഡൺ. നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യം ഉറപ്പായിട്ടും ചെയ്യുക. അതായത് ബരിസ്ത ഉണ്ടാക്കണം. കാരണം നമ്മൾ മീറ്റോ ഇപ്പോൾ പനീറോ അല്ലെങ്കിൽ ചക്കയോ ഇതൊക്കെയാണ് കാര്യമെന്ന് വിചാരിക്കും. പക്ഷെ ടേസ്റ്റ് ഇസ് ഫ്രം ദി കാരമലൈസ്ഡ് അനിയൻസ്. സോ ദാറ്റ് ഇസ് ഡൺ. എൻ്റെ സമയം മാഷ് നല്ല മൂഡിലാണെന്നായിരുന്നു തോന്നുന്നത്. ഇതും എന്നെ അരമണിക്കൂറിൽ ചെയ്യിപ്പിച്ചത്. ഓക്കെ, നമുക്ക് ഈ എണ്ണ ഒന്ന് മാറ്റാം. ഓക്കെ, ഐ ഹാവ് റീറ്റെയിൻഡ് സം ഓയിൽ, മൈ അനിയൻ ഓയിൽ, ബിക്കോസ് ഇറ്റ് ഒബ്വിയസ്ലി ഹാസ് ഫ്ലേവർ. ആൻഡ് വി ക്യാൻ ആഡ് ദ റിമൈനിങ് ജിഞ്ചർ ഗാർലിക്. കാരണം കഷ്ടപ്പെട്ടുണ്ടാക്കിയല്ലേ, അതുകൊണ്ടല്ല. നീഡ്സ് ദാറ്റ്. നമ്മളിപ്പോൾ മസാല ഉണ്ടാക്കാൻ പോവുക. പിന്നെ ഒരു ബേസ് മസാല വേണമല്ലോ, ഗ്രേവി. ആ ഗ്രേവി ഉണ്ടാക്കും മോനെ. ആൻഡ് യൂഷ്വലി ഇപ്പം നമ്മൾ ഉള്ളി ആഡ് ചെയ്യും. വേണ്ട, വിൽ ആഡ് ടൊമാറ്റോസ് ബിക്കോസ് വി ഓൾറെഡി ഹാവ് ഫ്രൈഡ് അനിയൻ. ഉപ്പ്. സോ അനദർ തിങ്, ഫസ്റ്റ് മൊത്തം ഉപ്പിട്ട് അല്ലെങ്കിൽ ലാസ്റ്റ് മൊത്തം ഉപ്പിട്ട് അതിന് പകരം കുറച്ചായിട്ട് ഉപ്പിട്ടാൽ ടേസ്റ്റ് വിൽ ബി ബെറ്റർ. പിന്നെ ഞാൻ ഒരു സാധനം ഇടാൻ മറന്നുപോയി. ഹോൾ മസാലാസ്, ദറ്റ്സ് ജീരകം, ഏലക്ക, പട്ട, സ്റ്റാർ അനീസ്. സ്റ്റാർ അനീഷോ? അതേതാ ഞാൻ അറിയാത്ത ഒരു സ്റ്റാർ അനീഷ്? തക്കോലം. ചക്കയ്ക്ക് എങ്ങനെയാ ചക്കാന്ന് പേര് വന്നാന്നറിയുവോ കുട്ടിക്ക്? ചക്കയുടെ അച്ഛനും അമ്മയും കൂടെ ഇരുന്ന് ആലോചിച്ച് ചക്കയ്ക്കൊരു പേരിട്ടു, ചക്ക. എന്താ ഇങ്ങനെ? എന്നാ ഞാൻ പറയാം കേട്ടോ. ചക്ക മുറിച്ചതും കുറേ ഈച്ച വന്ന് അതിലിരുന്നു. ഈച്ചക്ക എന്ന് പറഞ്ഞ് അത് ചക്കയായി മാറി. എന്നെ പറഞ്ഞു വിടണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ പൊക്കോളാം. ഇതിൽ ആഡ് സം സ്പൈസസ്, ചില്ലി പൗഡർ, ഗരം മസാല. എന്തൊക്കെയായിട്ടേ? കൊറിയാൻഡർ പൗഡർ, ക്യൂമിൻ പൗഡർ, ടർമറിക്, ചില്ലി പൗഡർ, ഗരം മസാല. കുറച്ച് ബരിസ്ത വിൽ ആഡ്. കുറച്ചുകൂടെ തൈര് ഒഴിക്കാം, കുറച്ച് മതി. ദിസ് ബ്രിങ്സ് ഔട്ട് ഗ്രേവി. എൻ്റെ കസൂരി മേത്തി കൊണ്ടുവന്ന് തന്നില്ല, എത്ര നാളായി. ഫസ്റ്റ് എപ്പിസോഡിൽ ചോദിച്ചതാണ്. കസ്തൂരിയുടെ പുറകെ പോയി കാണും. അത് പിന്നെ കസ്തൂരിയുടെ ഡേറ്റ് കിട്ടിയില്ല, എന്ത് ചെയ്യാനാ? 13.5 മിനിറ്റേ ഉള്ളൂ. ഇന്ന് ഞാൻ ജയിക്കുമെന്നാ തോന്നുന്നേ. ചിരിക്കണ്ട, എൻ്റെ ചക്ക വേവണില്ല, വെള്ളമല്ലോ. എൻ്റെ പൊന്ന് ചക്കയൊന്ന് വേവൂ. സോ എൻ്റെ മസാല റെഡിയാ, ഞാൻ ഓഫ് ചെയ്തു. കാര്യം മറന്നു. വേറെന്താ മറന്നേ? നീ ചക്ക ഇടാൻ മറ്റും മറന്നോ? എൻ്റെ മല്ലിയില, പുതിന,
മല്ലി, ചക്ക, വെന്തോ എന്തു. സോ ഇത് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇടാം. ഇനിയിപ്പോൾ ദമ്മിട്ട് ഞാൻ ഒരു 5 മിനിറ്റ് വെക്കണ്ടേ. സോ നമ്മൾ ദമ്മിടാൻ പോവാണ്. കുറച്ച് നെയ്യ്, ബിക്കോസ് അടി പിടിക്കരുതല്ലോ. ആഡ് ദ മസാല, ഒരു ലെയർ. ഇതിൻ്റെ വേവിൽ എനിക്ക് നല്ല സംശയമുള്ളതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചേക്കാം. എൻ്റെ അരി, അരോമാറ്റ്സ്, ഓക്കെ. അഗൈൻ മസാല, ബാക്കിയുള്ള അരി, എൻ്റെ ബാക്കിയുള്ള ഉള്ളി. വിൽ ജസ്റ്റ് ആഡ് സം മോർ വാട്ടർ അറൗണ്ട് ഫോർ ദ ദം. അല്ലെ അടി പിടിക്കും. വി വിൽ ദം ഫോർ ദ റിമൈനിങ് ടൈം. ഓക്കെ, ടൈം ആപ്പ്. ദം പൊട്ടിക്കാം. ഏയ് നൈസ്. പ്ലേറ്റ് ചെയ്യാം. ലെറ്റ്സ് പ്ലേറ്റ്. ആണോ, ഒക്കെ കൊള്ളാം. ചക്ക ബിരിയാണി ഫോർ യു ഇൻ 45 minutes. ടേസ്റ്റ് ചെയ്താട്ടെ. ഇപ്പൊ എത്ര കോൺഫിഡന്റ് ആണ്. 8. എന്ത് പറ്റി? ആ 2 മാർക്ക് എവിടെ പോയി? I have had better biryanis. ഓ അങ്ങനെ. Which is not the chakka's fault. ചക്കാസ് അടിപൊളി, ധൃതിയിൽ ചെയ്യിപ്പിച്ചല്ലേ. പക്ഷെ കൊള്ളാം, വെരി ഗുഡ്. അടുത്ത തവണ എന്ത് ട്വിസ്റ്റായി മാഷ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോണെന്ന് എനിക്കൊരു പിടിയില്ല. നാക്കൊക്കെ ഇപ്പോഴേ കുഴഞ്ഞു തുടങ്ങി. അടുത്ത ആഴ്ച ആണ്. ഓക്കെ പ്രേക്ഷകരെ, നന്ദി, നമസ്കാരം. നമ്മൾ ഇന്ന് കൊടുത്ത ചക്ക വെച്ച് അപർണ അടിപൊളിയായിട്ട് ഒരു ബിരിയാണി ചെയ്ത് തന്നിട്ടുണ്ട്. അത് ഞാൻ ഇനിയും ടേസ്റ്റ് ചെയ്ത് കഴിക്കാൻ പോവുകയാണ്. എന്നാൽ നമ്മൾ ഇവിടെ വിട പറയുകയാണ്. ഇനി അടുത്ത ആഴ്ച. ഇനിയും പ്രേക്ഷകർ എന്നോട് ചോദിക്കരുത് അപർണയ്ക്ക് എന്ത് ചക്കയാണ് ഞാൻ ട്വിസ്റ്റായിട്ട് കൊടുത്തതെന്ന്. കാരണം ഇന്ന് ഞാനൊരു ചക്കയാണ് ട്വിസ്റ്റായിട്ട് കൊടുത്തത്. അതും അപർണ വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി അടുത്ത ആഴ്ച പുതിയൊരു ചക്കയോടെ അല്ല, പുതിയൊരു ട്വിസ്റ്റോടെ ഞാൻ വരുന്നതായിരിക്കും. നിങ്ങൾക്കും അപർണയ്ക്ക് ട്വിസ്റ്റ് കൊടുക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ മീഡിയം എസൻസ് മലയാളം ഇൻസ്റ്റാ പേജിൽ വന്ന് DM ചെയ്യുക. നിങ്ങൾ തരുന്ന ട്വിസ്റ്റ് ഞാൻ അപർണയ്ക്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പം ശരി, കാണാം. ടാറ്റാ, ബൈ ബൈ.